ഹലോ നമസ്കാരം. എൻ്റെ പേര് സ്റ്റീവ്. ഞാൻ ഡെക്കോർഗാസിൽ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്നാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ നമ്മൾ കടുകുമണി യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഫാക്ടറിയിൽ നമ്മുടെ മിഷനറി കാര്യങ്ങളിലത്തെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ നമുക്കതിലൊരു കുറേ കമൻസ് കാര്യങ്ങൾ വന്നിരുന്നു. നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള കുറച്ച് വീടുകളിലെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മളൊരു പുതിയൊരു കൊളോണിയൽ പാറ്റേണിലുള്ളൊരു വീട് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ഒല്ലൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ സാധാരണ കേസിൽ ഇപ്പോൾ എല്ലാവരും പുതിയ മോഡേൺ സ്റ്റൈൽ വീടുകളാണ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുക. അതായത് നമ്മുടെ കണ്ടംപററി സ്റ്റൈലിലുള്ള വീടുകൾ, കുറേ സ്ക്വയർ വർക്കുകൾ, അങ്ങനത്തെ ഉള്ള പാറ്റേണുകളാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുക. ഇത് നമ്മൾ യൂറോപ്യൻ പാറ്റേൺ, കൊളോണിയൽ ആ ഒരു പാറ്റേൺ സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ ഫുള്ള് ഇൻറ്റീരിയർ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫുള്ളി ആ ഒരു പാറ്റേണിൽ തന്നെ ഇവിടുത്തെ സാറിൻ്റെ പേര് ഹെൻസൺ എന്നാണ്. സാറിങ്ങനെ ഒരു ആശയം പങ്കുവെച്ചു, നമുക്ക് അങ്ങനത്തെ ആ ഒരു സ്റ്റൈലിൽ ചെയ്യാമല്ലോ, കൊളോണിയൽ ആ ഒരു സ്റ്റൈല്. അപ്പോൾ നമ്മുടെ ഡിസൈനർ വെച്ച് നമ്മൾ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇവർക്ക് അപ്രൂവൽ കിട്ടിയതിന് ശേഷമാണ് നമ്മളിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈൽ വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വീടുകൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മോഡേൺ വീടുകളിൽ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ വോളും ഫില്ലിങ് നടക്കില്ല, എല്ലാവിടെയും ചെറിയ പോർഷൻസ് ബ്ലാങ്ക് ആയിട്ട് നിൽക്കും. ഈ ഒരു പാറ്റേണിൽ എന്ന് പറഞ്ഞാൽ എല്ലാ വോളും ഫുൾ ഫില്ലായിട്ട് നിൽക്കും. എന്നാൽ വലിയ ബഡ്ജറ്റ് വരില്ല, നല്ല രീതിയിൽ നല്ല കാണുമ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കായിട്ട് നിൽക്കും. അതാണ് ഈ ഒരു പാറ്റേണിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിനെ പറയുന്നത് വെയിൻസ്കോട്ട് എന്നാണ് പറയുക. ഇതൊരു ചാർക്കോളിൽ കോട്ടഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് നമ്മളിതിൽ നെയിൽ ഫ്രീ ഗ്ലൂവും അതുപോലെ തന്നെ സ്റ്റിക്കറും ചെയ്തിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. ഇതിൻ്റെ ആംഗിൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ മെഷീനിൽ തന്നെ കട്ട് ചെയ്ത് പൊസിഷൻ ചെയ്തിട്ടാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. ആദ്യമേ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് അതിൻ്റെ 2D ഡ്രോയിങ് വരച്ച് അതിൻ്റെ ലൈനുകളും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആദ്യമേ തന്നെ കുറച്ച് പ്രോസസ്സിങ് ഉണ്ട്. അതിൻ്റെ CAD ഫയലുകൾ വേണം. അതിനനുസരിച്ച് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ലൈൻ അടിച്ച് അതിൻ്റെ പൊസിഷൻസ് ഒക്കെ മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ വെയിൻസ്കോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോരുന്നത്. അപ്പോൾ ഈ ഒരു വോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡ് വരെ ഈ ഒരു കണ്ടിന്യൂവേഷൻ വർക്കാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ 3 ലെയറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ലാർജ് സൈസിലുള്ള ഒരു സ്ക്വയറിങ്, പിന്നെ ഒരു ബോർഡർ പോലെ ചുറ്റും നമുക്ക് വന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ ബോട്ടം ലെവൽ. അപ്പോൾ നമ്മുടെ ഈ വോൾ ഫുള്ളായിട്ട് ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ലുക്ക് വൈസ് വരുമ്പോൾ അതുപോലെ തന്നെ ആ ഒരു കൊളോണിയൽ സ്റ്റൈലിലുള്ള ലൈറ്റുകൾ കാര്യങ്ങൾ അതൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇത് ഇവിടുത്തെ TV യൂണിറ്റാണ്. അതും നമ്മൾ ഈ ഒരു സ്റ്റൈലിൽ തന്നെ, കൊളോണിയൽ സ്റ്റൈലിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇവരെ സംബന്ധിച്ചോളം അങ്ങനെ കുറേ വർക്കുകൾ, അങ്ങനെ ലഡ്ജുകൾ കാര്യങ്ങളൊന്നും വേണ്ട. അവർക്ക് സിമ്പിളായിട്ട് ഒരു എലഗൻറ്റ് ലുക്ക് കിട്ടണം. അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മുടെ അടുത്ത് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ വളരെ സിമ്പിളായി ഇതിൻ്റെ ആ ഒരു സ്റ്റൈലിൽ തന്നെ നമ്മൾ പാറ്റേൺ ചെയ്ത് ആ ഒരു ലെഗും കാര്യങ്ങളൊക്കെ ആ ഒരു പാറ്റേണിലേക്ക് തന്നെ കൊണ്ടുവന്നത്, കൊളോണിയലിൻ്റെ പാറ്റേണിലേക്ക് കൊണ്ടുവന്ന് അതുപോലെ തന്നെ കെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് ആ ഒരു സ്റ്റൈലിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ TV കാണുമ്പോൾ വേറൊരു ഡിസ്ട്രാക്ഷൻ്റെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ ഭംഗിയിൽ നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ സിമ്പിളായിരിക്കും, പക്ഷെ നല്ല എലഗൻറ്റ് ലുക്ക് ഉണ്ടാവും. അതാണ് ഈ ഒരു പാറ്റേണിൻ്റെ ഒരു വലിയൊരു ഹൈലൈറ്റ് ലുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ നമ്മൾ ഇവിടെ മാത്രം നമ്മളൊരു ജസ്റ്റ് ഒരു ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ആർട്ട് വർക്ക് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ എല്ലാ വോളും നമ്മൾ പ്ലെയിൻ ആ ഒരു രീതിയിൽ തന്നെ കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ലുക്ക് ഇതിൽ കവറേജ് നമുക്ക് കിട്ടാം. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഏറ്റവും ഹാർട്ട്, അതായത് ഒരു ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമാണ് നമ്മുടെ ഒരു പ്രയർ യൂണിറ്റ്. അപ്പോൾ അത് വളരെ ഭംഗിയിൽ ചെയ്യണമെന്ന് ഇവിടുത്തെ മാഡത്തിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ മാഡം പറഞ്ഞ മോഡലിൽ തന്നെ നമ്മളൊരു ഗോത്തിക് സ്റ്റൈലും അതുപോലെ തന്നെ ആ ഒരു കൊളോണിയലിൽ തന്നെ ഡോർസുകൾ കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ബുക്സുകൾ കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ ഒരു ഡ്രോ ടൈപ്പും അതുപോലെ തന്നെ അടിയിൽ സ്റ്റോറേജ് കാര്യങ്ങൾ അവർ കാണുമ്പോൾ തന്നെ നമുക്കൊരു കാം ആൻഡ് ക്വയറ്റ്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ആംബിയൻസ് കിട്ടണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളത്. നമുക്കതുപോലെ തന്നെ ഈ വീടിൻ്റെ ഒരു മെയിൻ ഏരിയയാണ് ഈ ഒരു പാർട്ടീഷൻ. നമ്മൾ സാധാരണ കേസിൽ നമ്മൾ പാർട്ടീഷൻസ് കണ്ടിട്ട് കുറേ സ്ക്വയർ വർക്കുകളും തട്ടുകളും ലഡ്ജുകളൊക്കെ ആയിട്ടുള്ള കുറേ വർക്കുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ സാറ് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വ്യൂ വരാൻ പാടില്ല, എന്നാലും നമുക്ക് ചെറിയൊരു ട്രാൻസ്പെറൻസി മതി, ബാക്കി നമുക്ക് വ്യൂ കണ്ടാലും നല്ലൊരു ഭംഗിയിൽ കിട്ടാവുന്ന രീതിയിൽ അവർ പറഞ്ഞപ്പോൾ നമ്മൾ 2x2 സ്ക്വയർ ട്യൂബ് ചെയ്തിട്ട് അത് നമ്മൾ ഫുള്ള് മൾട്ടിവുഡിൽ പാനൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഫുൾ മൾട്ടിവുഡാണ്. ഈ മൾട്ടിവുഡിൽ നമ്മൾ ഈ സ്ക്വയർ ട്യൂബിനെ പാനൽ ചെയ്ത് അതുപോലെ തന്നെ ഇതിൻ്റെ വെയിൻസ്കോട്ട് വർക്ക് ചെയ്ത്, ഇത് ബിവെൽഡ് ഗ്ലാസ് ആണ്, ഇത് ബിവലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള വർക്കാണ് ഫുള്ള്. എന്നിട്ട് നമ്മൾ ഇതിന്മേൽ PU പെയിൻ്റാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ഒരു മെയിൻ ഒരു പാർട്ട് തന്നെയാണ് ഈ ഒരു പാർട്ടീഷൻ. ഈ ഒരു പാർട്ടീഷനാണ് വന്ന് കാണുമ്പോൾ തന്നെ മെയിനായിട്ട് ഹൈലൈറ്റ് കാണുന്ന ഒരു ഏരിയ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീടിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റാണ് സീലിംഗ്. നമ്മൾ സാധാരണ കുറേ കോവുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുക, കുറേ ഡിസൈനുകളൊക്കെ ആയിട്ട്. നമ്മൾ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ബോർഡർ കൊടുത്തേക്കാണ്. നമ്മൾ കോവുണ്ട്, ഒപ്പം തന്നെ നമ്മൾ വുഡൻ്റെ ഒരു ബീഡിങ്. ഇവിടെ നമ്മളധികം കളറുകൾ കാര്യങ്ങളൊന്നും നമ്മളിതിൽ കൊടുത്തിട്ടില്ല. നമ്മൾ കൂടുതലായിട്ട് ഓഫ് വൈറ്റും വൈറ്റും പിന്നെ ഈ വുഡൻ കളറുകൾ മാത്രമാണ് നമ്മുടെ ഈ വീടിന് നമ്മളൊരു കോമ്പിനേഷനായിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജിപ്സത്തിൻ്റെ ബോർഡറിലായിട്ട് ഒരു 70 സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ ചുറ്റും ബോർഡർ കൊടുത്തേക്കാം. അതുപോലെ ആണ് എല്ലാ ഒരു സിമ്പിളായിട്ട് കാണുമ്പോൾ വളരെ എലഗൻറ്റ് ലുക്കിൽ ആ ഒരു ചെറിയൊരു ബോർഡർ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഹൈലൈറ്റ് മോഡലിൽ വിനീറിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇന്നർ സൈഡ് നമ്മൾ PU പെയിൻറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഈ ഒരു കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഷ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ മെയിനായിട്ടൊരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ്. അത് മെയിൻ നമ്മുടെ ഫ്രണ്ട് ഡോർ തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു ഏരിയ ആണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സ്റ്റൈൽ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഈ ഒരു വാഷ് കൗണ്ടർ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇതിൻ്റെ ബാക്ക് വാൾ വന്നിട്ടുള്ളത് ടൈലാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൗണ്ടറുകളൊക്കെ നമ്മൾ ആ ഒരു കൊളോണിയൽ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഡോറുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒരു ഗോൾഡൻ ബീഡിങ്, അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു എലഗൻ ലുക്ക് കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു മെയിൻ വാഷ് കൗണ്ടർ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തത് ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. നമുക്ക് ഇവിടെ 2 ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഇത് മെയിൻ ഡൈനിങ് ഏരിയ. നമ്മളിത് ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ചെറിയൊരു കൗണ്ടർ കൂടി നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്കൊരു 8 സീറ്റ് വരാവുന്ന രീതിയിലൊരു കൗണ്ടർ ടോപ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് നമ്മൾ നാനോ വൈറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെയറുകളൊക്കെ നമ്മൾ ലെതർ ഫിനിഷാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഐവറി ടോൺ തന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വോളായാലും നമ്മൾ ആ ഒരു സ്റ്റൈൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വെയിൻസ്കോട്ടും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് ചെറിയൊരു നമുക്കൊരു പിക്ചർ ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. വലിയ ഹെവി വർക്കുകളല്ലാണ്ട് വളരെ സിമ്പിളാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ ആ ഒരു എലഗൻ്റ് ലുക്ക് നമുക്ക് ഇവിടെ കിട്ടും. അതാണ് നമ്മുടെ ഈ ഒരു മോഡലിൽ വളരെയധികം പ്രത്യേകത. എല്ലാ വോളും ഫുൾ ഫില്ലായിട്ട് നിൽക്കും. അതുപോലെ തന്നെ മെയിനായിട്ട് ഹൈലൈറ്റ് ഏരിയ തന്നെയാണ് ഈ ഒരു നമ്മുടെ ഡോർ ഫ്രെയിം വരുന്ന ഒരു ബീഡിങ്സ് വർക്ക്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് വരുന്നൊരു ഏരിയ ആണ്. നമ്മളിത് ബെഡ്റൂം ഡോറാണ്, മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ഡോറുകൾക്കും നമ്മൾ ഇതുപോലെ ഒരു ബീഡിങ്സ് കാര്യങ്ങൾ, ഒരു ഹെഡ് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ആ ഒരു ഈ ഒരു നമ്മൾ ചെയ്യുന്ന കൊളോണിയലിൽ കറക്റ്റ് കോമ്പിനേഷൻ വരണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ബോർഡർ വർക്കും കൂടി വന്നാലാണ് നമ്മുടെ ആ ഒരു വീടിൻ്റെതായിട്ടുള്ളൊരു ആംബിയൻസ് ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. ഇതും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. ഇത് നമ്മൾ ഫുള്ള് സ്റ്റീൽ ഫ്രെയിം ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ മൾട്ടിവുഡ് വെച്ച് പാനൽ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ആ ഒരു സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ലെഗും കാര്യങ്ങളൊക്കെ കൊടുത്ത് PU പെയിൻറ്റ് ചെയ്ത്, അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് വൈറ്റ് ആണ്. ആ ഒരു ലുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഭാഗവും നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ 2 ബെഡ്റൂം വരുന്നുണ്ട്. അതിലും ഇതുപോലെ തന്നെ ഡിസൈൻ കാര്യങ്ങൾ ഇതിന് ഹൈലൈറ്റ് വരാവുന്ന രീതിയിൽ ഇത് നമ്മൾ ഡ്രോയിങ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു ഫോട്ടോ, അതുപോലെ തന്നെ അതിനൊരു ഹൈലൈറ്റ് ചെയ്യാവുന്ന രീതിയിലൊരു കൗണ്ടർ നമ്മളിൽ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ക്രോക്കറി ഷെൽഫ് പോലത്തെ ഒരു ഏരിയ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതാണ് ഇവിടുത്തെ മെയിൻ മാസ്റ്റർ കിച്ചൺ വരുന്നത്. ഇത് നമ്മൾ ചെറിയൊരു കൗണ്ടർ സെറ്റപ്പുകൾ. ഇത് ഫുള്ള് ഒരു കൊളോണിയൽ പാറ്റേൺ ആണ്. എല്ലാവർക്കും കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ്. ഒരു 10 പേര് കണ്ടാൽ 10 പേർക്ക് ഇഷ്ടാവുന്ന ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു സ്റ്റൈൽ. വളരെ നീറ്റ് ആൻഡ് ക്ലീനിൽ നമുക്ക് ഓഫ് വൈറ്റ് ഡിസൈനാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് മെയിനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു എലഗൻറ്റ് ലുക്ക് നമുക്ക് ഇവിടെ വരുന്നത്. മെയിൻ്റെനൻസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷെ കാണുമ്പോൾ വളരെ റിച്ച് ഫീൽ ആയിരിക്കും. അത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ ഒരു വാമിങ്, ഒരു പോസിറ്റീവ് ഒരു ആംബിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുക. നമുക്ക് ആ ഒരു ഡാർക്ക് മൂഡ് അല്ലാണ്ട് നല്ല വൈറ്റ് ആയിട്ട് നല്ല എപ്പോഴും ഒരു പ്രകാശിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഫോട്ടോസാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കിച്ചൺ ആയാലും നമുക്ക് ഫുള്ള് ഫില്ലിങ് ചെയ്യാവുന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളും നമ്മളിൽ കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ഫ്രയർ, അതുപോലെ തന്നെ ഓവൻ, ചിമ്മിനി നമ്മൾ ഇതുപോലെ ഒരു യൂണിറ്റ് കൊടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്തേക്കാണ്. അതിനൊരു ഭംഗി വരുത്താവുന്ന രീതിയിൽ യൂണിറ്റ് കൊടുത്ത്, അതുപോലെ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഹൈഡ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹുഡ് ഹോബ്, ഇതിൽ ആക്സസറീസുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കട്ട്ലറി, പ്ലേറ്റ്, അതുപോലത്തെ എല്ലാ ആക്സസറീസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ആ ഒരു കൊളോണിയലിൻ്റെ ആ ഒരു സ്റ്റൈൽ കിട്ടാവുന്ന രീതിയിൽ ഗ്ലാസ്സിന് ഇങ്ങനെ ബീഡിങ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് GTPT വരുന്നതാണ്. അതുപോലെ തന്നെ സിങ്ക്, അതുപോലെ തന്നെ ലോഫ്റ്റ് ഡോറുകളാണ് അതെല്ലാം ഫുൾ വന്നിട്ടുള്ളത്. ഫുൾ ഫില്ലിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രിഡ്ജ്, അതുപോലെ തന്നെ OTT ഓവൻ,
അതിൽ ഡ്രോവേഴ്സ് കാര്യങ്ങൾ, ഇതിൽ OTT വരാനുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു കിച്ചണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഓപ്പൺ കിച്ചൻ്റെ ഒരു മെയിൻ ഏരിയ ആണ് ഈ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. അപ്പോൾ നമ്മൾക്ക് 2 സൈഡിൽ നിന്ന് ഇരിക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെയും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഏരിയയിൽ നമുക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടേജ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ കിച്ചൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ഏരിയ തന്നെയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നമുക്ക് ഒരു ഹൈലൈറ്റർ വോളാണ് വരുന്നത്. ഈ ഒരു ഏരിയനെ നമ്മളൊരു ഹൈലൈറ്റർ വോളായിട്ട് കൊടുത്തേക്കാണ്. എന്നാലാണ് നമുക്ക് ആ ഒരു കിച്ചൻ്റെ എൻട്രൻസിലേക്ക് വരുമ്പോൾ ഒരു നല്ലൊരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയനെ നമ്മളൊരു ഹൈലൈറ്റർ വോളായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതും ഫുള്ളി വെയിൻസ്കോട്ട് ചെയ്ത് നമ്മൾ ആ ഒരു കൊളോണിയൽ സ്റ്റൈൽ തന്നെയാണ് ഇവിടെ ഫുൾ A to Z നമ്മൾ മെയിൻ്റെനൻസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കിച്ചൺ ഇങ്ങനെ നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ ഇവരൊരു സെക്കൻഡ് ഒരു കിച്ചൺ കൂടിയും ഇവരിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ കുക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കിച്ചണിലാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് പക്ക ഷോ കിട്ടുന്ന ഒരു കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് കിച്ചൺ, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു സെക്കൻഡ് കിച്ചനും ഇവിടെ അവർ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്നത് അക്രലിക് ഫിനിഷിലുള്ള ഒരു മൈക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അക്രലിക്കാണ്. അതുപോലെ തന്നെ ഇതുപോലെ മുകളിൽ സാറ്റിൻ ഫിനിഷ്ഡ് മൈക്ക, ഓപ്പൺ ഷെൽഫ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു കിച്ചൺ. അപ്പോൾ ഡെയിലി യൂസിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം മറ്റേ ഫസ്റ്റ് കിച്ചൺ നല്ലൊരു ഭംഗിയിൽ മെയിൻ്റെനൻസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മളൊരു സെക്കൻഡ് ഒരു കിച്ചൺ വേണ്ടി നമ്മളിവിടെ ചെയ്യാൻ കാരണം. ഇതൊരു യൂട്ടിലിറ്റി റൂം പോലെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ വാഷിംഗ് മെഷീൻ കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ ഇതിലാണ് നമ്മൾ മോപ്പ് കാര്യങ്ങളൊക്കെ വെക്കാവുന്ന ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. മോപ്പ് സംഭവങ്ങളൊക്കെ ഇതിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വിക്കർ ബാസ്ക്കറ്റ് കാര്യങ്ങൾ, സബോള, ഉള്ളിയൊക്കെ വെക്കാവുന്ന രീതിയിൽ വിക്കർ ബാസ്ക്കറ്റ്, അതുപോലെ തന്നെ നമുക്ക് അരിക കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ, അതുപോലെ ലോഫ്റ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് മാക്സിമം അത് യൂട്ടിലിറ്റി യൂസേജാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ കിച്ചണിലധികം യൂസേജ് വരില്ല. എല്ലാ കാര്യങ്ങളും ഫുൾ ഫില്ലാക്കി ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ നമുക്കൊരു ക്രോക്കറി പോലെ നമുക്കൊരു ഗ്ലാസ് ഡോർ ഇട്ടിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ക്രോക്കറി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ വേറൊരു ഹൈലൈറ്റ് ഏരിയ ആണ്, അതായത് കിച്ചനോട് നേരെ ഓപ്പോസിറ്റ് ഏരിയ ആണ്. ഇതിപ്പോൾ നമ്മളൊരു കോർട്ട്യാർഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുള്ള അതേ സ്റ്റൈൽ തന്നെയാണ് ഇതിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ വെച്ചാൽ നമുക്ക് 2 സ്ലൈഡിങ് ഡോറാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സ്ലൈഡ് ചെയ്ത് അടിയിൽ നമ്മൾ വേറെ പ്രൊഫൈലോ കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഫുൾ സപ്പോർട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതിൻ്റെ ലോഡിങ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതിനിപ്പോൾ നമ്മളൊരു ഷട്ടർ ചെയ്തിട്ട് ഹോൾ ഷട്ടർ ഇട്ടിട്ട് അവരടച്ചേക്കാണ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് റിമോട്ടാണത്. അതുപോലെ ആ ഒരു കോർട്ട്യാർഡിൻ്റെ ഒരു ലൈനിലാണ് നമ്മൾ ആ ഒരു വാട്ടർ സപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ആംബിയൻസ് കിട്ടാവുന്ന രീതിയിൽ നമുക്കൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ഒരു നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈവനിങ്ങിലൊക്കെ നല്ല വാമിങ് ലുക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു എലഗൻറ്റ് ലുക്കാണ് നമുക്ക് ഈ ഒരു കോർട്ട്യാർഡിന് നമുക്ക് കിട്ടാം. അതുപോലെ തന്നെ നമ്മൾ ഈ വീടിൻ്റെ ഒരു മെയിൻ മാസ്റ്റർ ബെഡ്റൂമാണ് ഇത് വരുന്നത്. ഇതും നമ്മൾ ആ ഒരു കൊളോണിയൽ ആ ഒരു സ്റ്റൈൽ തന്നെയാണ് നമ്മൾ ഇതിലും വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു വെയിൻസ്കോട്ടും അതുപോലെ തന്നെ ആ ഒരു കൊളോണിയൽ രീതിയിലുള്ള നമ്മുടെ കോട്ടും അതുപോലെ സൈഡ് ടേബിളുകൾ, ചെയറുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സെയിം സ്റ്റൈലിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫുൾ വാൾ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വർക്ക് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ കമ്പനിയായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് 3D വിങ് കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതുപോലെ തന്നെ ഫുള്ളി ഓട്ടോമേഷനാണ്. നമ്മുടെ സ്ഥാപനം വരുന്നത് തൃശ്ശൂർ ഒല്ലൂരാണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. അവിടെ മണ്ണുത്തിക്ക് പോകുന്ന റൂട്ടിലായിട്ടാണ് നമ്മുടെ വരുന്നത്. അവിടെ തന്നെയാണ് നമ്മുടെ ഫാക്ടറി കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇൻറ്റീരിയർ സംബന്ധമായിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും ഞങ്ങളുടെ കമ്പനിയുമായി ബന്ധപ്പെടാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഫുൾ ഇത് കഴിഞ്ഞിട്ടുള്ള എന്ത് ഡൗട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് തരാവുന്നതാണ്. അതുപോലെ തന്നെ കൊട്ടേഷൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ മെറ്റീരിയൽ സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ, കമ്പനി മിഷനറി കാര്യങ്ങളായിട്ടുള്ള ഡീറ്റെയിൽസ്, എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ ഉത്തരങ്ങളും ഞങ്ങൾ തരുന്നതാണ്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.